ഹായ് ഫിഷി ഡോക്ടേഴ്സ്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. +2 കഴിഞ്ഞ് ആദ്യമായിട്ട് നീറ്റ് എഴുതി നോക്കുന്ന ഒരു നീറ്റ് ആസ്പിരൻ്റ് ആണോ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കണം, പാറ്റേൺ അറിയണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ക്രാഷ് ചെയ്തിട്ട് എക്സാം എഴുതുന്ന മക്കളാകാം, അങ്ങനെയുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ബിക്കോസ് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരാനാണ് മാം വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം. സോ +2 കഴിഞ്ഞ് നമ്മൾ ഇപ്പം ചിലർ ക്രാഷ് അറ്റൻഡ് ചെയ്ത മക്കളുണ്ടാവും. എക്സാം കഴിഞ്ഞപാടെ ക്രാഷിന് ചേർന്ന് നമ്മുടെ ക്രാഷ് കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വയമായിട്ട് പഠിച്ച് പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കി എഴുതാൻ പോകുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരുപാട് വർഷമൊക്കെ ആൾക്കാർ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എഴുതുന്ന ഒരു എക്സാം അല്ലേ ഇത്, അപ്പം ഞാനിങ്ങനെ എഴുതി നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ അവസാന ദിവസങ്ങളിൽ മക്കൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ മോക്ക് പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അതിപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ആണെങ്കിൽ GIB എക്സാംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. GIBയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്യാം. ആ ലിങ്കിൽ യൂസ് ചെയ്തിട്ട് എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടാകും. അപ്പം മോക്ക് പേപ്പറുകൾ എഴുതുക കേട്ടോ, മോക്ക് എക്സാമുകൾ എഴുതുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവുക. കാരണം ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ പുതിയ ചാപ്റ്ററുകളോ പുതിയ കോൺസെപ്റ്റുകളോ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ, നമ്മുടെ മനസ്സിൽ അത് കയറാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് നോക്കുക. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നീറ്റ് പോലെയുള്ള ഒരു എക്സാം നിങ്ങൾ കേട്ടിട്ട് തന്നെ ഉണ്ടാകും, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലേ. ഒരുപാട് ലക്ഷം കുട്ടികൾ, 25 ലക്ഷത്തോളം മക്കൾ എഴുതുന്ന എക്സാം ആണ്. അപ്പം ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ വേസ്റ്റ് ആയി പോകും, നമ്മൾ വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കാരണം. അപ്പോൾ അത് വരുത്താണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് നമ്മുടെ എക്സാം ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം, കൃത്യമായിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഏത് സമയത്ത് നമ്മൾ എത്തണം, നമ്മുടെ ഡ്രസ് കോഡ് എന്തായിരിക്കണം, അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് NTA വെബ്സൈറ്റിൽ നീറ്റിൻ്റെ ബുള്ളറ്റിൻ റിലീസ് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഡ്രസ് കോഡിൻ്റെ കാര്യം, നമ്മുടെ ഹെയർ സ്റ്റൈൽസിൻ്റെ കാര്യമാവട്ടെ, അറ്റയർ, എന്തൊക്കെ അലൗഡ് ആണ് എക്സാം ഹാളിൽ, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എക്സാം ഹാളിൽ, ഇതൊക്കെ മക്കളൊന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോവുക. നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ്, അതിന് കൂടെ ഒരു പ്രൊഫോമ ഫോം വരും, അതും ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച് കൊണ്ടുപോകണം. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ളത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വാലിഡ് ഗവൺമെൻറ് ID പ്രൂഫ് ഉണ്ടാവണം അല്ലെ. രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത നമ്മുടെ ID പ്രൂഫ് ഏതാണോ അത് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വെക്കണം. ഇതില്ലാതെ എക്സാം ഹാളിൽ ചെന്നാൽ നിങ്ങൾ ചെയ്യുന്ന ചിലത് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോകുക. അഡ്മിറ്റ് കാർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെയാണ് അതിൻ്റെ കൂടെയുള്ള പ്രൊഫോമ ഫോമും. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീറ്റ് എക്സാം ഹാളിൽ നമ്മുടെ കറക്റ്റ് എക്സാം സെൻറ്ററിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാം സെൻറ്റേഴ്സ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. NTA നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അത് ആദ്യം നോക്കുക. കാരണം ഒരേ പേരുകളുള്ള സ്കൂളുകൾ പല സ്ഥലങ്ങളുണ്ട്. സെൻറ്റ് മേരീസ് തന്നെ പല സ്ഥലങ്ങളിലുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ കാർമൽ തന്നെ പല സ്ഥലങ്ങളിലുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി പോവുക, ഏത് സ്കൂളാണ്, ഏത് ബ്രാഞ്ചാണ്, എവിടെയാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ എന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായി മനസ്സിലാക്കി പോകുന്നത് ശ്രദ്ധിക്കണം മക്കളെല്ലാവരും. പിന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആദ്യമായിട്ട് എഴുതുന്ന മക്കളുടെ പേരൻസ്. നിങ്ങൾ അവരുടെ കൂടെ ചെല്ലണം. മക്കളെ തന്നെ എക്സാം എഴുതാൻ വിടരുത്. ഒരു ഗാർഡിയനോ പാരൻറ്റോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. പാരൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതും NTA ബുള്ളറ്റിൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ ബുള്ളറ്റിനൊന്നും നിങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കുക. മക്കളും വായിക്കുക, പാരൻസും വായിക്കുക, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അതല്ലെങ്കിൽ അത് സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ. അപ്പം അത് പാരൻസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, എക്സാം വെറുതെ ഓരോ ഓപ്പർച്യൂണിറ്റി
സമയം എന്താ പറയുക, ഓരോ സമയം നമ്മൾ എക്സാം എഴുതും, നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ നീറ്റ് റാങ്ക് കിട്ടാനുള്ള, നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു നമ്മുടെ അവസരമാണ് അല്ലേ. ആ അവസരം മിസ്സാക്കാണ്ടിരിക്കുക. അപ്പം നല്ലപോലെ പ്ലാൻ ചെയ്ത് പോവുക. അതായത് ടൈം മാനേജ്മെൻറ്റിൻ്റെ എക്സാം ഹോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെ പേപ്പർ പ്ലാൻ ചെയ്യുന്നു, ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു, രണ്ടാമത് എന്ത് അറ്റംപ്റ്റ് ചെയ്യുന്നു, മൂന്നാമത് എന്ത് അറ്റംപ്റ്റ് ചെയ്യുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. OMR ഷീറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടമാവാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. OMR മാർക്കിംഗ്, അതിനൊരു പ്രത്യേക പാറ്റേൺ ഫോം ചെയ്യണം. അതിന് നിങ്ങൾ കറക്റ്റ് ഒരു ടൈം തന്നെ നിങ്ങളുടെ പേപ്പർ റൈറ്റിങ്ങിൽ പ്ലാൻ ചെയ്യണം. പിന്നെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കണം. എക്സാം ഹോളിലെ നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന മക്കൾ വിചാരിക്കും, മാം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുന്നതേ ഉള്ളൂ എക്സാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വാട്ട് ഇഫ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ, ഈ ചാൻസിൽ നിങ്ങൾ ക്ലിയർ ചെയ്താലോ. സോ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക, നല്ല പോലെ കൊടുക്കുക. വരുന്നത് റിസൾട്ട് എന്തോ നമുക്കറിയില്ല, അത് എന്തുമാവട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. ടൈം മാനേജ്മെൻറ്റ് കാര്യം മാം പറഞ്ഞു, നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് പോയി പേപ്പർ എഴുതുക. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഈ എക്സാമിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സാമിൻ്റെ പാറ്റേണിനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പോവുക. ഓരോ സബ്ജക്റ്റും ഇത്ര മാർക്കിലാണെന്ന് നിങ്ങൾക്കറിയാം. ടോട്ടൽ 720 മാർക്സ് ആണ്. ഫിസിക്സ് 180, കെമിസ്ട്രി 180, ബോട്ടണി 180, സുവോളജി 180, അങ്ങനെ ടോട്ടൽ 720 മാർക്സ് ആണ്. കറക്റ്റ് ആൻസറിന് 4 മാർക്സ് കിട്ടും. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ -1 മാർക്കിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. പിന്നെ ഓരോ സെഷനിലും നമുക്കൊരു 5 സെഷൻ, പാർട്ട് എ പാർട്ട് ബി എന്നായിരിക്കും ഉണ്ടാവുക. ഓരോ സെഷനിലും ഓരോ സബ്ജക്റ്റിനും അതിൽ തന്നെ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ 45 ക്വസ്റ്റ്യൻസ് ആണ് പെർ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 50 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. 45 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പാറ്റേൺ, എക്സാമിൻ്റെ പാറ്റേൺ ഇതുപോലെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പോവുക. നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ ഒഴിവാക്കാം, സിംപ്ലി എന്താ പറയുക, എന്തൊക്കെയാണ് ഈസി ആയിട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ എൻ്റെ മക്കളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ആദ്യമായിട്ട് നിങ്ങൾ എഴുതുന്നവരാണ് എന്ന് വെച്ച് നിങ്ങൾ ഒട്ടും വിലയില്ലാത്തവരല്ല. ഓക്കെ, ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡേ, ആ ഒരു മൊമെൻറ്റ്, May 5th, 2024. ഓക്കെ, അപ്പം ഈ ഓപ്പർച്യൂണിറ്റി നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ലാസ്റ്റ് ഡേയ്സിൽ ഏത് നോക്കണം, എന്ത് നോക്കണം, എവിടെ വായിക്കണം, NCERT നോക്കണോ, ഏത് മെറ്റീരിയൽ റെഫർ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ നമ്മുടെ മാരത്തോൺ ലൈവുകൾ വരുന്നുണ്ട്. ഫുൾ സിലബസ് Xylem നിങ്ങൾക്കായിട്ട് അടിപൊളിയായിട്ട് ഫുൾ സിലബസ് ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ആ മാരത്തോൺ ലൈവ് സെഷനുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഒന്നും മിസ്സാക്കാതെ കൺസിസ്റ്റൻ്റ് അറ്റൻഡ് ചെയ്യുക. ഇതും നിങ്ങളുടെ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. +2 കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ആയിട്ട് എക്സാം എഴുതാൻ പോകുന്ന മക്കൾക്കെല്ലാം എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എക്സാം ഹാളിലേക്ക് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്.